ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് PSC വേൾഡ്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡിഗ്രി പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എഴുതിയൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ എക്സാം വളരെ ശോകമായിരുന്നു. കാരണം നന്നായിട്ട് പ്രിപ്പയർ ചെയ്താണ് ഞാൻ പോയത്. പക്ഷേ എന്നെക്കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. കുറേ ഗസ്സസ് ഞാൻ നടത്തിയിട്ടാണ് വന്നത്. ഗസ് ചെയ്ത മിക്ക ആൻസറുകളും മൈനസായി ഒരു 35 ആ റേഞ്ചിലാണ് എൻ്റെ മാർക്ക് നിൽക്കുന്നത്. ഒരിക്കലും അതൊരു നല്ല സ്കോറാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് എനിക്ക് 43 മാർക്കാണ് ഉണ്ടായിരുന്നത്. നന്നായിട്ട് മെയിൻസിന് പ്രിപ്പയർ ചെയ്തു. പക്ഷേ മെയിൻസ് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഈ പ്രാവശ്യം അതൊക്കെ തിരുത്തിക്കൊണ്ട് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻസ് എങ്ങനെയെങ്കിലും നേടണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എക്സാം എഴുതുന്നവരോട് പറയുവാണ്, ഈ 2 സ്റ്റേജിലെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്യുക, പഠിക്കുക, കണക്റ്റഡ് ഫാക്ട്സ് നിങ്ങൾ പഠിക്കുക. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് 1% പോലും ഉറപ്പില്ലാത്ത ഒരു ആൻസർ അത് നിങ്ങൾ കറുപ്പിക്കരുത്. കാരണം അങ്ങനെ 1% പോലും ഉറപ്പില്ലാത്ത കുറേ ആൻസർ ഞാൻ കറുപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് മൈനസ് പോയി ഈ 35 മാർക്കിലേക്ക് ഞാൻ താഴേണ്ടി വന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് അതായത് 3rd സ്റ്റേജ് എളുപ്പമാകുന്നുണ്ടെങ്കിൽ 2 സ്റ്റേജ് കഴിഞ്ഞ ആദ്യത്തെ 2 സ്റ്റേജുകാർക്ക് നോർമലൈസേഷൻ കിട്ടി എനിക്ക് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാം എങ്കിലും എഴുതണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കട്ടെ. അപ്പം എക്സാം കഴിഞ്ഞ് ഇത്രയും ദിവസമായി, ആദ്യത്തെ 2 ദിവസമൊക്കെ വളരെ ഡെസ്പായി ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ കരുതി ഇനി നോർമലൈസേഷൻ കിട്ടി പ്രിലിംസ് എന്നുള്ള ആ കടമ്പ കടന്നു കഴിഞ്ഞാൽ മെയിൻസിന് വേണ്ടി നമ്മൾ പഠിച്ചു തുടങ്ങണ്ടേ. അപ്പം ഞാനങ്ങനെ ഡെസ്പായി ഇരിക്കാതെ അത് കഴിഞ്ഞു. എന്തായാലും ഈ നോർമലൈസേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഡിഗ്രി മെയിൻസിന് വേണ്ടി ഞാൻ പഠിച്ചും തുടങ്ങി. കോമൺ ടോപ്പിക്സുകളൊക്കെ നോക്കി ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഡിഗ്രി മെയിൻസിന് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് LGS വരുന്നുണ്ട്. അതായത് 10th പ്രിലിംസ് കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമിനും കൂടെ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് ഉപയോഗപ്പെടും. അപ്പം എൻ്റെ ഒരു എക്സാം കഴിഞ്ഞു, എനിക്ക് നന്നായിട്ട് മാർക്ക് ചെയ്യാൻ സാധിച്ചില്ല, സ്കോർ കിട്ടിയില്ല എന്നാലോചിച്ച് ആരും തളർന്നിരിക്കരുത്. അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക. അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു എക്സാമിൽ പാസ്സാവാനായിട്ട് സാധിക്കും. എല്ലാവരും അതിനു വേണ്ടി വീണ്ടും പ്രയത്നിക്കുക. എനിക്ക് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ, ഇനി എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും വിചാരിക്കാതെ ഒരു സുവർണാവസരമാണ് വരുന്നത്. കമ്പനി ബോർഡ് LGS ഒക്കെ വരുന്നുണ്ട്. അപ്പം നല്ലതുപോലെ ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 3rd സ്റ്റേജ് എക്സാം എഴുതാൻ പോകുന്നവർ ഒരു കാരണവശാലും ഉറപ്പില്ലാത്ത ഒരു ആൻസർ പോലും നിങ്ങൾ കറുപ്പിക്കരുത്. ഒരു 40-45 ആ റേഞ്ചൊക്കെ നമുക്ക് മാർക്ക് വരുവാണെങ്കിൽ അല്ലേ, പ്രിലിംസിൻ്റെ മാർക്കൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലേ, അപ്പോൾ നമുക്ക് ഇനിയും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. 50 കിട്ടുന്നെങ്കിൽ നല്ല മാർക്ക് തന്നെയാണ്. എങ്കിലും ഒരു 40-50 അല്ലെങ്കിൽ 45 ആ റേഞ്ചിലൊക്കെ അതൊക്കെ നല്ല സ്കോർ തന്നെയാണ്. അത്രയും മാർക്കെങ്കിലും മേടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. വെറുതെ നെഗറ്റീവ് മാർക്ക് വാങ്ങിക്കൂട്ടരുത്.